കേരള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിനാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ്. സാധാരണയായി ധനമന്ത്രിമാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നികുതി കൂട്ടുമോ അല്ലെങ്കിൽ വില കൂടുമോ എന്ന ഭയമാണ് ജനങ്ങൾക്കുണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ കന്നി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിയമസഭ കണ്ടത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതായത് ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്നതും ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു ബഡ്ജറ്റായിരുന്നു. സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാതെ എങ്ങനെ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ ബഡ്ജറ്റ് കൊണ്ടുപോകാം എന്ന വളരെ കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കനത്ത നികുതികളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാഹന നികുതി കുറച്ചതാണ്. അതായത് 10 ലക്ഷം രൂപ വരെയുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളുടെ നികുതി 5% നിന്ന് 3% കുറച്ചു. ഇതിന്റെ സാമ്പത്തിക വശം നോക്കിയാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചിന്തിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ വാഹനത്തിന്റെ നികുതി കുറച്ചത്? നേരത്തെയുള്ള സർക്കാരൊക്കെ വാഹനങ്ങളുടെ നികുതിയാണ്, ഓട്ടോ ഓടിക്കുന്ന ഉൾപ്പെടെ പലരുടെയും വാഹനങ്ങളുടെ നികുതി വലിയ രീതിയിൽ കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ ഓട്ടോ ചാർജ് മറ്റു കാര്യങ്ങളും ഒക്കെ കൂടുതലായിരുന്നു. എന്തായാലും ഈ തവണ വി.ഡി. സതീശൻ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നികുതിയാണ് ആദ്യമേ കുറച്ചത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വാങ്ങാൻ മടിച്ചു നിന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ ഈ വിപണിയിലേക്ക് ഇറങ്ങും. ഇത് തകർച്ച നേരിടുന്ന ഓട്ടോമൊബൈൽ വിപണിയിലേക്ക് വലിയൊരു ഉത്തേജനമാകും നൽകുന്നത്. മാത്രമല്ല, കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ വൻ നികുതി ഭയം കാരണം തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനമാണ് കേരളത്തിന് നഷ്ടമായിരുന്നത്. ഓൾ ഇന്ത്യ പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി സീറ്റ് 1-ന് 2000 നിന്ന് 900 കുറച്ചതിലൂടെ ആ സർവീസുകളെല്ലാം കേരളത്തിലേക്ക് തിരിച്ചെത്തും. അവിടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് വീണ്ടും പണം എത്തും എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇത് KSRTCക്ക് പുറമെ സ്വകാര്യ യാത്രാ സൗകര്യങ്ങൾക്കും വലിയ ലാഭം ഉണ്ടാക്കും. അതുവഴി വലിയ രീതിയിലുള്ള ലാഭം സർക്കാരിനും കിട്ടും. ഇനി 15 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഇടത്തരം ആഡംബര വണ്ടികളുടെ നികുതി 8% നിന്ന് 5% കുറച്ചതാണ് അടുത്ത പ്രധാന കാര്യം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUV കാറുകൾ ഈ ഒരു വില പരിധിയിലാണ് വരുന്നത്. ഈ നികുതി ഇളവിലൂടെ വലിയൊരു ഭാഗം ഉപഭോക്താക്കൾ ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കുകയും അതുവഴി സംസ്ഥാനത്തിന്റെ വിറ്റുവരവ് നികുതി വർദ്ധിക്കുകയും ചെയ്യും. അതായത് സെയിൽസ് ടാക്സ് വർദ്ധിക്കും. UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളായിരുന്നു ഇത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതിലൂടെ സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ യാത്രാ ചെലവും പഠന ചെലവും വലിയൊരു പരിധി വരെ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളത്. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പെൺകുട്ടികളുടെ പങ്കാളിത്തം ഇനിയും ഉയർത്തും. ക്യാമ്പസുകളിലെ അതിക്രമങ്ങൾക്കും റാഗിങ്ങിനുമെതിരെ വെറും വാക്കുകളിൽ ഒതുങ്ങാതെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ബഡ്ജറ്റ് ഉണ്ട്. അതായത് അന്തരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവരുന്ന സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും ഒരു ക്ലിക്കിലൂടെ സഹായം തേടാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. ഇനി ക്യാമ്പസ് ആക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നയതന്ത്ര നീക്കമാണിത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചപ്പോൾ പലരും ചോദിച്ച ചോദ്യമാണ് KSRTC ഇനി തകരുമോ എന്നത്. എന്നാൽ അതിനുള്ള മറുപടിയാണ് ബജറ്റിലെ 6000 കോടിയുടെ പ്രത്യേക പാക്കേജ്. ഈ സൗജന്യ യാത്ര മൂലം KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നേരിട്ട് നികത്തുന്നതോടെ ആനവണ്ടിയുടെ ദൈനംദിന സർവീസുകൾ മുടങ്ങില്ല എന്നത് ഏകദേശം ഉറപ്പായി. ഇനി ഈ ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും മാത്രം ഉണ്ടായിരുന്ന കുറഞ്ഞ 4% ഈ മുദ്രവില നിരക്ക് എന്ന് പറയുന്നത്, ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്ന കാര്യം ഇനി മുതൽ വില്ലകൾക്കും ബാധകമാക്കിയത് നിർമ്മാണ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നോട്ട് നിരോധനത്തിനും കോവിഡിനും ശേഷം വലിയ പ്രതിസന്ധിയിലായിരുന്ന വില്ല പ്രൊജക്ടുകൾക്ക് ഈ ഇളവിലൂടെ പുതിയ ഉപഭോക്താക്കളെ ലഭിക്കും. ഇതുവഴി നിർമ്മാണ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. റോഡ് നവീകരണത്തിനായി ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായിട്ടുള്ള 5952 കോടി രൂപയാണ് വകവരുത്തിയത്. വെറുതെ കുഴിയടക്കൽ മാത്രമല്ല, അതായത് നേരത്തെയൊക്കെ നമുക്കറിയാം റോഡിന്റെ അവസ്ഥകൾ എങ്ങനെയാണ് എന്ന്. പലയിടത്തും ടാർ ചെയ്തെങ്കിലും ആ ടാറൊക്കെ ഇളകിപ്പോകുന്ന രീതിയിലാണ്. പക്ഷേ പുതിയ സർക്കാർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് ഇനി വെറും കുഴിയടക്കൽ മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ്. അതിനു വേണ്ടിയിട്ട് മികച്ച റോഡുകൾ വരുന്നതോടെ സംസ്ഥാനത്തെ
ചരക്ക് നീക്കവും ടൂറിസവും കൂടുതൽ വേഗത്തിലാകുമെന്നും പറയുന്നുണ്ട്. ഇനി ആരോഗ്യ മേഖലയ്ക്കായിട്ട് പ്രഖ്യാപിച്ച 2076 കോടിയുടെ പ്രത്യേക പാക്കേജ് സാധാരണക്കാരുടെ ചികിത്സാ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. സർക്കാർ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും ഈ ഒരു തുക വലിയ പങ്ക് വഹിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇനി പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഇത് ഉറപ്പാക്കാൻ ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കുമെന്നും സർക്കാർ പറയുന്നുണ്ട്. കേരളത്തിലെ പ്രതിഭകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നത് തടയാൻ സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് 50 കോടി നീക്കിവെച്ചത് ശ്രദ്ധേയമാണ്. കൊച്ചി ഇൻഫോ പാർക്കിന്റെ 2ാം ഘട്ട വികസനവും പുതിയ IT ഹബ്ബുകളും വഴി ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇനി യുവാക്കളെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ ഈ ഒരു പദ്ധതികൾക്ക് കഴിയുമെന്നാണ് സർക്കാർ പറയുന്നത്. കേരളത്തിന്റെ നട്ടലായിട്ടുള്ള പ്രവാസി മലയാളി സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ് അടുത്ത ബജറ്റ്. അതായത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായിട്ട് 150 കോടിയുടെ പ്രത്യേക പുനരധിവാസ പദ്ധതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ പ്രവാസികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടത് ഈ പ്രവാസി മലയാളികളാണ്. ഗൾഫ് മേഖലയിൽ നിരവധി പ്രവാസി മലയാളികളാണ് അവിടെ ജോലി ചെയ്യുന്നതും അവിടെ ജീവിക്കുന്നതും പഠനത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി നഷ്ടപ്പെടുക എന്നത് അവരുടെ ഒരു വിരൽത്തുമ്പത്തിരിക്കുന്ന ഒരു കാര്യം പോലെ. കാരണം അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ഒക്കെ അവരുടെ ജോലിയെയും അല്ലെങ്കിൽ ജനജീവിതത്തെയും ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ പ്രവാസി മലയാളികൾക്ക് വലിയ ഒരു വെല്ലുവിളിയാകുമ്പോൾ അത്തരം പ്രവാസി മലയാളികൾക്ക് ഒരുപക്ഷെ നാട്ടിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെങ്ങനെയാകും ജീവിക്കുക എന്നുള്ള ഒരു വലിയൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഈ ഒരു സർക്കാർ ഉത്തരവ് തന്നിരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ടിയിട്ട് അതായത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായിട്ട് 150 കോടിയുടെ ഒരു പ്രത്യേക പുനരധിവാസ പദ്ധതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇനി പ്രവാസികൾക്ക് നാട്ടിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും സബ്സിഡിയും നൽകുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാകും. കടലാക്രമണവും പ്രതികൂല കാലാവസ്ഥയും കാരണം നിരന്തരം ദുരന്തം അനുഭവിക്കുന്ന തീരദേശവാസികളെ സർക്കാർ കൈവിട്ടില്ല. കടൽ ഭിത്തിയും നിർമ്മാണത്തിനും പുനർഗേഹം പദ്ധതിക്കുമായിട്ട് 450 കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മത്സ്യബന്ധന ഉപകരണങ്ങൾ നവീകരിക്കാനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണയും ഇന്ധനവും നൽകാനും പ്രത്യേക തുക വകവരുത്തിയത് ഈ തീരദേശത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി കേരളത്തിലെ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ സ്മാർട്ട് ഗവർണേഴ്സ് പദ്ധതിക്കായിട്ട് വലിയ ഒരു തുക നീക്കിവെച്ചിട്ടുണ്ട്. അതായത് വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഫയൽ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ അഴിമതി കുറയ്ക്കാനും പിന്നെ ജനങ്ങൾക്ക് ഓഫീസിൽ കയറി ഇറങ്ങാതെ സർട്ടിഫിക്കറ്റുകളും ആനുകൂല്യങ്ങളും ഒക്കെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സാധിക്കും. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഈ ഒരു ബജറ്റിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ജീവനാഡിയായിട്ടുള്ള കാർഷിക മേഖലയ്ക്ക് ഈ ഒരു ബജറ്റിൽ കാര്യമായിട്ടുള്ള നീക്കിവെപ്പുകളോ വലിയ പ്രഖ്യാപനങ്ങളോ ഇല്ല എന്ന ആക്ഷേപം ശക്തമാണ്. റബ്ബർ നെല്ല് കർഷകരുടെ പ്രശ്നങ്ങളെ സർക്കാർ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ തർക്കമില്ല. എങ്കിലും ഈ ബജറ്റിന്റെ സാമ്പത്തിക തന്ത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വണ്ടികളുടെയും വില്ലകളുടെയും നികുതി കുറയ്ക്കുമ്പോൾ സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാകില്ല എന്ന് പലരും ചോദിച്ചേക്കാം. എന്നാൽ നികുതി കുറയുമ്പോൾ വിപണിയിലേക്ക് കൂടുതൽ ഉപഭോക്താക്കൾ വരികയും കച്ചവടം ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഈ വോളിയം ബിസിനസ് വഴി സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് കൂടുതൽ നികുതി പണം ഒഴുകിയെത്തുമെന്ന കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളെ പിഴിഞ്ഞുള്ള നികുതി പിരിവിന് പകരം വിപണിയെ ഉണർത്തി പണം ഉണ്ടാക്കുന്ന ഒരു സ്മാർട്ട് ഗെയിം പ്ലാനാണിത്. ഇനി അവസാനമായിട്ട് വിലയിരുത്തുമ്പോൾ വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ സാധാരണക്കാരന്റെ പോക്കറ്റിനെ കൂടി പരിഗണിച്ച ഒരു പക്ക പോസിറ്റീവ് വൈബ് ബജറ്റാണിത്. പെൺകുട്ടികൾക്കുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയും പ്രവാസി പാക്കേജും അതുപോലെ തന്നെ വാഹന നികുതികളും ഈ ഒരു സർക്കാരിന്റെ ജനപ്രിയ മുഖം വ്യക്തമാക്കുന്നു. പ്രഖ്യാപിച്ച ഈ വലിയ പദ്ധതികളെല്ലാം കൃത്യസമയത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബജറ്റുകളിലായി ഇത് മാറുകയും ചെയ്യും. എന്തായാലും കന്നി ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ഈ ബജറ്റുകൾ ജനങ്ങൾ ഒന്നടങ്കം ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് വയറ്റത്തടിക്കുന്ന പല കാര്യങ്ങളും മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ വെല്ലുവിളിയാകുന്ന പല കാര്യങ്ങളും മാറ്റി അല്ലെങ്കിൽ വില കൂടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ നികുതി കൂട്ടുന്ന കാര്യങ്ങളോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. അത് എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബജറ്റിന്റെ ചരിത്ര വിജയം എന്ന് പറയുന്നത്.